നല്ലൊരു നെയ്ച്ചോറിൻ്റെ റെസിപ്പിയാണ് ഇന്നിവിടെ കാണിക്കുന്നത്. ഇത് കൈമ റൈസ് വെച്ചിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ബസ്മതി റൈസ് വെച്ചിട്ടും ഉണ്ടാക്കാം. എന്നാലും കൈമ റൈസ് വെച്ചിട്ട് ഉണ്ടാക്കുമ്പോഴാണ് കുറച്ചും കൂടി നല്ല ടേസ്റ്റ് വരുന്നത്. അരിയെല്ലാം വറുത്തിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നല്ലൊരു ടേസ്റ്റ് ഉള്ളതും വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നതുമായ ഒരു നെയ്ച്ചോറിൻ്റെ റെസിപ്പിയാണ് ഇന്നിവിടെ കാണിക്കുന്നത്. നെയ്ച്ചോറ് റെഡിയാക്കാനായിട്ട് ഒരു പാത്രം സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. അത് ചൂടായി വരുമ്പോൾ അതിലേക്ക് നെയ്യ് ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ നെയ്യാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. 1 ടേബിൾ സ്പൂൺ ഓയിലും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഞാനിവിടെ നെയ്യും ഓയിലും കൂടി മിക്സ് ചെയ്തിട്ടാണ് നെയ്ച്ചോറാണെങ്കിലും ബിരിയാണി ആണെങ്കിലും ഉണ്ടാക്കാറ്. അതിലേക്ക് പട്ട, ഗ്രാമ്പു, ഏലക്ക എല്ലാം ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ചൂടാക്കിയെടുക്കുക. അത് ചൂടായി വരുമ്പോൾ അതിലേക്ക് കഴുകി വാർത്തെടുത്ത് വെച്ചിട്ടുള്ള അരി ഇട്ട് കൊടുക്കാം. ഇതും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഒരു 5 മിനിറ്റൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കേണ്ടി വരും. ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. ഞാൻ ഈ അരി കുതിർത്തെടുത്തിട്ടില്ല. ഞാൻ കഴുകിയിട്ട് ഒന്ന് വാർത്ത് വെച്ചിട്ടാണ് ഇത് ഡ്രൈ ആക്കി എടുത്തിട്ടാണ് ഇതിനെ വറുത്തെടുക്കുന്നത്. അത് റെഡിയായി വരുമ്പോൾ അതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒരു 3 ഗ്ലാസ് അരിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിലേക്ക് 6 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. കുറച്ച് ചെറുനാരങ്ങ നീര്, കുറച്ച് വെളുത്തുള്ളി ഇഞ്ചിയും കൂടി പേസ്റ്റ് ആക്കിയതാണ്. ഒരു വെളുത്തുള്ളിയുടെ അല്ലിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടി പേസ്റ്റ് ആക്കി എടുത്തതാണ്. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. ഇത് തിളപ്പിച്ച വെള്ളം തന്നെയാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് തിളച്ചതിന് ശേഷം അടച്ച് വെച്ചിട്ട് വേവിക്കാം. അപ്പോൾ ഇത് തിളച്ച് വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിനെ അടച്ച് വെച്ചിട്ട് വേണം വേവിക്കാനായിട്ട്. ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ട് കൊടുത്തിട്ട് വേണം വേവിക്കാനായിട്ട്. ഇടയ്ക്കെല്ലാം ഒന്ന് തുറന്ന് നോക്കിയിട്ട് വേണമെങ്കിൽ ഒന്ന് ഇളക്കി വെച്ച് കൊടുക്കാം. ഒരു 10 മിനിറ്റൊക്കെ ആകുമ്പോഴത്തേനും നെയ്ച്ചോറ് റെഡിയായി വരും. അപ്പോൾ അതൊരു 10 മിനിറ്റിൻ്റെ ഉള്ളിൽ എനിക്ക് റെഡിയായി കിട്ടിയിട്ടുണ്ട്. നെയ്ച്ചോറ് അടുപ്പത്ത് വെച്ച് കഴിഞ്ഞാൽ ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കുന്നത് നല്ലതാണ്. വെള്ളമെല്ലാം വറ്റി പോകുന്നുണ്ടോയെന്ന് അറിയാൻ പറ്റും. അപ്പോൾ അത് വെന്ത് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് വറുത്ത് വെച്ച ഉള്ളി, അണ്ടിപ്പരിപ്പ് എല്ലാം ഇട്ട് കൊടുക്കാം. ഒരു ഉള്ളി ഞാൻ എടുത്തിട്ട് നൈസാക്കി അരിഞ്ഞിട്ട് അത് വറുത്തെടുത്തിട്ടുണ്ട്. അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അണ്ടിപ്പരിപ്പ് വറുത്തതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതും കൂടി ഇട്ട് കൊടുക്കുമ്പോഴാണ് നെയ്ച്ചോറിനും കുറച്ചും കൂടി നല്ല ടേസ്റ്റ് വരുന്നത്. ഇനി ഇതിനൊന്ന് അടച്ച് വെച്ചിട്ട് കുറച്ച് നേരം വയ്ക്കാം. അപ്പോൾ അത് വെന്ത് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇതിനെ പാത്രത്തിലേക്ക് വിളമ്പിയെടുക്കാം. നല്ല ടേസ്റ്റുള്ളൊരു നെയ്ച്ചോറാണത്. ഇതിൽ ഉള്ളിയെല്ലാം വറുത്തിടുമ്പോൾ തന്നെ നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. അതേപോലെ ഈ ബസ്മതി റൈസിനേക്കാളും നല്ലത് ഈ കൈമ റൈസ് വെച്ചിട്ട് ഉണ്ടാക്കുന്നതാണ് നല്ല ടേസ്റ്റ്. ഇവിടെ പാക്കറ്റാണ് വാങ്ങിക്കുന്നത്. ഞാൻ ഗ്രാൻഡ് മാസിൻ്റെ അരിയാണ് എപ്പോഴും വാങ്ങിക്കാറ്. അതാണ് കുറച്ചും കൂടി നല്ല ടേസ്റ്റും നല്ലൊരു സ്മെല്ലൊക്കെ ഉള്ള ഒരു അരിയാണത്. അപ്പോൾ അത് വെച്ചിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. എല്ലാവരും മസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം.